എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പഴുത്ത ചക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 3 തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ചക്ക പൊരിച്ചതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത വരിക്ക ചക്ക മധുരം ഉള്ളതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് ചുളയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ധാരാളം ചക്കയൊക്കെ ഉള്ള സീസണാണല്ലോ. അപ്പം പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല മധുരമുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചക്കച്ചുളയായിരുന്നു. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കാം. എന്നാൽ ഇപ്പോൾ ചക്കച്ചുളയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചുള കുരുവും ഈ ചവണിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. കുരുവും ചവണിയൊക്കെ കളഞ്ഞ് ഒരു 10-12 ചുളയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കീറിയെടുക്കാം. ഓരോ ചുളയെടുത്ത് ഇതേപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചുള ആയതുകൊണ്ട് ഒരു ചുളയെടുത്ത് 3-4 ആയിട്ട് തന്നെ കീറിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കാതെ ചുളയുടെ വലിപ്പത്തിനനുസരിച്ച് ഇത് ഓരോന്നും കീറിയെടുക്കാം. ഇത് 1 കപ്പ് മൈദാമാവാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ കീറി വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആ ബാറ്റർ ചക്കയിലെല്ലാം നന്നായി കോട്ടായി കിട്ടത്തക്ക രീതിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബാറ്റർ കോട്ട് ചെയ്ത് എടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ വാരിയിടാതെ ഓരോന്നോരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും കളർ മാറുകയും ചെയ്യും. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത വശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ അത് 2 സൈഡ് നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള പഴുത്ത ചക്ക കൊണ്ടുള്ള ഫ്രിറ്റേഴ്സ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ചക്ക നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മെൽറ്റ് ആയിരുമ്പോൾ അതിലേക്ക് 2 നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് കളർ മാറി മൊരിഞ്ഞ് വരുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ പഴം നന്നായിട്ട് നെയ്യിൽ കിടന്ന് മൊരിഞ്ഞതിൻ്റെയൊക്കെ ഒരു മണം വേണം. ആ ഒരു രീതിയിലാണ് ഇത് പഴം ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി ഇതേപോലെ ഉടച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. ഒരു 1/4 കപ്പോളം അവലെടുത്ത് വയ്ക്കാം. ഇതേപോലെ നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഴം ഉടച്ചതിലേക്ക് ഈ അവലും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത വരിക്കച്ചക്കയാണ്. അപ്പോൾ കുരു എല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഓരോന്നും എടുത്ത് മാറ്റി വെച്ചേക്കാണ്. കുറച്ച് കട്ടിയുള്ള വരിക്കച്ചക്കയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഓരോ ചുളയും എടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനുള്ളിലേക്ക് നിറച്ചു കൊടുക്കാം.
ഈ ഒരു രീതിയിൽ ചുളയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഫില്ലിങ് പുറത്താകാത്ത രീതിയിൽ ആക്കി കൊടുക്കാം. പഴത്തിൻ്റെ മയം ഉള്ളതുകൊണ്ട് തന്നെ അവലും തേങ്ങയെല്ലാം നന്നായി അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി ഓരോ ചുളയിലും ഈ ഒരു രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് നിറച്ചെടുക്കാം. മധുരത്തിന് വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചക്കച്ചുളയിലും ഈ ഒരു രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കി വയ്ക്കാം. ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഈന്തപ്പഴമോ കാഷ്യൂനട്ടോ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിതെല്ലാം ചക്കച്ചുളയിലെല്ലാം ഫില്ലിങ് വെച്ച് കൊടുത്ത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോയാൽ ചക്കയിൽ ഇത് കോട്ട് ചെയ്തിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ വേണ്ടത്. ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചക്കച്ചുളയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ അധികമുള്ള ബാറ്റർ അങ്ങ് നമുക്ക് മാറ്റിക്കളയാം. പിന്നീട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായി പരുവായി വന്ന് ഇതേപോലെ മറു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ 2-3 തവണയൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇട്ട് കൊടുത്ത ചക്കച്ചുള നന്നായിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയൊക്കെ നന്നായി വാർത്ത് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. തയ്യാറാക്കിയെടുത്തെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചക്കയുള്ളപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ചക്കയ്ക്കുള്ളിൽ ഫില്ലിങ്ങും ഈ ചക്കയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൻ്റെ ഉൾവശം ഒന്ന് മുറിച്ച് കാണിക്കാം. അതാ കണ്ടില്ലേ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അടുത്തത് പഴുത്ത ചക്ക അരച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വൃത്തിയാക്കിയ ചുള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ ചക്കയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ലൂസാകാതെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മൈദ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോളാക്കി എടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് ഇതേപോലെ ഓരോ ബോളാക്കി തയ്യാറാക്കി എടുത്തതിന് ശേഷം
നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ബോളും ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് മാവിലേക്ക് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് കളറ് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും പരുവായി വരുമ്പോഴേക്കും വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഈ സ്നാക്ക് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ 4 മണി പലഹാരമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.